now want to hear you're gone. ലോകമെമ്പാടും ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ മാതാപിതാക്കൾ അറിയാതെ, അധ്യാപകർ അറിയാതെ ഒരു വിപത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 1970കളുടെ തുടക്കത്തിൽ വളരെ ലഘുവായ ദ്വിമാന രൂപങ്ങളുടെയും നിറങ്ങളുടെയും ആശയങ്ങളുടെയും അകമ്പടിയോടെയാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾ ദൃശ്യ വിനോദ രംഗത്ത് ഒരു പുത്തൻ മേധാവിത്വത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ആധുനിക യുവത്വത്തിന്റെ ബോധമണ്ഡലത്തെയും അബോധമണ്ഡലത്തെയും ഒരുപോലെ സ്വാധീനിച്ചിരിക്കുന്നവയാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾ. പോയ വർഷങ്ങളിലെ വിപണികളിൽ നിന്നുള്ള പ്രതികരണങ്ങളും കണക്കുകളും വ്യക്തമാക്കുന്നത് കമ്പ്യൂട്ടർ ഗെയിമുകൾ വെർച്വൽ റിയാലിറ്റി വിനോദ രംഗത്തെ അവസാന വാക്കായി മാറുന്നു എന്നതാണ്. ഇന്നത്തെ യുവത്വത്തിന്റെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും കമ്പ്യൂട്ടർ ഗെയിമുകൾ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരന്വേഷണം. ഈ വയലന്റ് കമ്പ്യൂട്ടർ ഗെയിംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസിലേക്ക് കുട്ടികൾ തിരിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫാമിലി, ഒരു വീട്ടിൽ 1 or 2 ഒക്കെയുള്ള മക്കളേ ഉള്ളൂ. അത്രം വളരെ കുറച്ച് വീട്ടിൽ തന്നെ സോഷ്യലൈസേഷന്, അതായത് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാം വളരെ ഹൈടെക് സിറ്റുവേഷനാണ്. അപ്പം മതിലൊക്കെ കെട്ടി മറ്റുള്ളവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പുറത്തു പോയി കളിക്കാനോ അല്ലെങ്കിൽ പുറത്തുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ പറ്റാത്തൊരവസരത്തിൽ അവൻ വീട്ടിനകത്ത് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇതുപോലത്തെ ഗെയിംസിന് അഡിക്റ്റഡായി മാറുന്ന ഒരു സാഹചര്യം ഇതുമൂലമാണ് ഉണ്ടാകുന്നത്. വൈൽഡ് ഗെയിംസ്, അതിനകത്ത് കൂടുതലും അഗ്രഷൻ അല്ലെങ്കിൽ ഒരു അനാരോഗ്യപരമായിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കണം, മറ്റുള്ളവരെ തറ പറ്റിക്കണം എന്നുള്ള ഒരു ചിന്ത ആണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. ചെറുപ്പകാലത്ത് ഒരു കുട്ടിയിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അവൻ ഒബ്സർവ് ചെയ്യും, ആ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവന് ഈ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ ഇവൻ്റെ മുമ്പിൽ ഈ ഇവനാൽ ഒബ്സർവ് ചെയ്യപ്പെടാൻ ഇവൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളെല്ലാം ഈ വയലന്റ് തിങ്സ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് അവൻ്റെ മാനസികമായ തലത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ബൗദ്ധികം, ധാർമ്മികം, ആത്മീയം ഒത്തിരി പ്രശ്നങ്ങൾ വരുത്തും. എല്ലാ കമ്പ്യൂട്ടർ ഗെയിമുകളും കളിക്കുന്നവരുമായി ഏറ്റവും അടുത്ത് താദാത്മ്യം പ്രാപിക്കുന്ന തരത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ താദാത്മ്യം പ്രാപിക്കൽ ക്രമേണ കളിക്കുന്നവന്റെ ബോധമണ്ഡലത്തെ സ്വാധീനിച്ച് അവന്റെ മനസ്സിലും ആക്രമണവാസന നിറയ്ക്കുന്നതിന് കാരണമായേക്കാം. ഗെയിമിന്റെ പ്രചാരണത്തോടൊപ്പം വ്യക്തിയിൽ നിന്ന് വ്യക്തികളിലേക്ക് ഈ ആക്രമണവാസനയും പടരുന്നു. കാലക്രമത്തിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തുകളിലൊന്നായി കമ്പ്യൂട്ടർ ഗെയിമുകൾ മാറുന്നു. ആധുനിക ലോകത്തിന്റെ അണുകുടുംബ സംസ്കാരമാണ് കമ്പ്യൂട്ടർ ഗെയിമുകളെ കുട്ടികളോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ഏകാന്തത നൽകുന്ന വിരസതയിലാണ് കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിമുകളിലേക്ക് തിരിയുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും തിരക്കുകളിൽ ഒറ്റപ്പെടുന്ന കുട്ടികൾ കമ്പ്യൂട്ടറിൽ ഒരു കളിക്കൂട്ടുകാരനെ കണ്ടെത്തുന്നതോടെ ഗെയിമുകൾ അവനിലും സ്വാധീനം ചെലുത്തുന്നു. ഇന്ന് അവന്റെ വ്യക്തിത്വത്തിൽ മാത്രമല്ല, വ്യവഹാര ഭാഷയിൽ പോലും കമ്പ്യൂട്ടർ ഗെയിമുകളിലെ അശ്ലീലത നിറയുന്നു എന്നതാണ് നിരീക്ഷണം. ടീച്ചേഴ്സ് പറയുന്ന ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ, ലാംഗ്വേജിനോട് ടീച്ചേഴ്സ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റേതായ ഇംഗ്ലീഷ് അവർ പറയുന്ന പ്രകാരം നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം മെയിൻലി ഓൺലൈൻ ഗെയിംസ് ആകുമ്പോൾ നമുക്ക് വേറെ ആൾക്കാരും അവിടെ നിന്ന് അതേപോലെ വരുന്നുണ്ട്. അപ്പം വേറെ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആയപ്പാടെ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ അതേ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പം നമുക്ക് ശരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവിടെ ശരിക്കും കൂട്ടാവുന്നേ ഉള്ളൂ ഇംഗ്ലീഷ് ഇതേപോലെ ഗെയിംസ് കളിച്ചാൽ. ചില വീഡിയോ ഗെയിംസിൽ വരുന്ന ലാംഗ്വേജുകൾ, അവരുപയോഗിക്കുന്ന ഭാഷ ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കുട്ടികൾ ഈ ഒരു അഡിക്റ്റഡ് ആകുന്ന കുട്ടികൾ മനഃപൂർവ്വമല്ലാതെ അറിയാതെ തന്നെ ഈ ഭാഷയും ഈ രീതികളുമെല്ലാം മനസ്സിലേക്ക് കടന്നു വരികയും അവന്റെ അനുദിന സംസാര ഭാഷയിൽ ഇത് കടന്നുകൂടുകയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. പലപ്പോഴും അവന് അത് ഉപദ്രവകരമാവുകയും മറ്റുള്ളവർ ഇവനൊരു സംസ്കാര സമ്പന്നനല്ലല്ലോ, ഇവനൊരു മാന്യനല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകും. ആക്രമണവാസന വളർത്തുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾക്കെതിരെ അമേരിക്കയിലെ അമ്മമാർ സംഘടിച്ച് മദേഴ്സ് എഗെയിൻസ്റ്റ് വീഡിയോ ഗെയിം ആൻഡ് വയലൻസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. ഈ സംഘടന ഇന്റർനെറ്റിലൂടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ രക്ഷകർത്താക്കളും ഈ വിപത്തിനെ കുറിച്ച് ബോധവാന്മാരാണ്. അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമ്പോൾ അത് നമുക്കതിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. പഠനത്തിന്റെ ഏറിയ പങ്കും കമ്പ്യൂട്ടർ ഗെയിമായിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ പഠനത്തെ അത് നിലവാരത്തെ ബാധിക്കുമ്പോഴൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഗെയിമിനെ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ കമ്പ്യൂട്ടർ ഗെയിമിൽ തന്നെ പല ഈ വയലന്റ് ആയിട്ടുള്ള പല ഭാഗങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത കമ്പ്യൂട്ടർ ഗെയിമിൽ ഉണ്ടാകുന്നുണ്ട്. ഗെയിമുകളിലെ അക്രമവാസന നിയന്ത്രിക്കുന്നതിന് ഗെയിമുകളെ സെൻസർ ചെയ്യുന്നതിന് എന്റർടൈൻമെന്റ് സോഫ്റ്റ്വെയർ റേറ്റിംഗ് ബോർഡ് എന്ന സ്ഥാപനം രൂപവൽക്കരിച്ച് ഗെയിമുകളെ കർശനമായി നിരീക്ഷിച്ച് അവയുടെ സ്വഭാവം വിലയിരുത്തിയ ശേഷം മെച്യൂർ, എവരിവൺ, ടീൻ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടെങ്കിലും ഗെയിമുകളിലെ അക്രമ സ്വഭാവം നിയന്ത്രിക്കുന്നതിന് കാര്യമായി സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അമേരിക്കൻ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങളിൽ കമ്പ്യൂട്ടർ ഗെയിമുകളിലെ ആക്രമണവാസന ഒരു വ്യക്തിയുടെ ജൈവഘടനയെ തന്നെ സ്വാധീനിക്കുന്നു. അവന്റെ തലച്ചോറിൽ പ്രകടമായ വ്യതിയാനങ്ങൾ ഇവ വരുത്തുകയും ഈ ആക്രമണ സ്വഭാവം നിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ആക്രമണവാസനയുള്ള ഗെയിമുകളും ആക്രമണവാസനയില്ലാത്ത ഗെയിമുകളും കളിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിനെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ വെളിവാക്കുന്നത്. പോയ വർഷങ്ങളിൽ കമ്പ്യൂട്ടർ ഗെയിം വിൽപ്പന മറ്റു മാധ്യമങ്ങളുടെ വിൽപ്പനയെയും വ്യൂവർഷിപ്പിലും വരുത്തിയിരിക്കുന്ന വ്യതിയാനത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവ ഇന്നത്തെ യുവത്വത്തെ സ്വാധീനിക്കുന്നു എന്ന് തന്നെയാണ്. 21-ാം നൂറ്റാണ്ടിലെ യുവത്വത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾ നാളെയുടെ കാഴ്ചപ്പാടിലും സമൂഹത്തിന്റെ പ്രയാണത്തിലും നിർണായക സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. ആക്രമണവാസന നിറഞ്ഞ കമ്പ്യൂട്ടർ ഗെയിമുകൾ സ്ഥിരമായി കളിക്കുന്നവരിലേക്കും ഈ ആക്രമണവാസന അതേ അളവിൽ തന്നെ പടർത്തുന്നു. ഗെയിമുകളുടെ അമിത ഉപയോഗം ഉപയോഗിക്കുന്നവന്റെ വ്യക്തിത്വത്തെ വികലമാക്കുന്നതിനെ ഉതകൂ എന്ന് തന്നെയാണ് ഈ അന്വേഷണം വെളിപ്പെടുത്തുന്നത്.